ഡേയ്, ആ പാണ്ടി ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. നിനക്കറിയാല, നമ്മളിവിടുത്തെ റൂൾ അനുസരിച്ച് ഇവിടെ ആര് താമസിക്കാൻ പറഞ്ഞോ നമ്മൾ അവർക്ക് പണി കൊടുക്കുന്നതാണ്. അവ ഇവിടെ വന്നിട്ട് കുറേ ദിവസമായി. ശരിയാണ് മച്ചാനെ, റാഗിങ് അതവനും കൊടുക്കണം. നീയൊക്കെ എന്താ കരുതിയത് ഞാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ലെന്നോ? കൊടുക്കുമ്പോൾ നല്ലൊരു പണി കൊടുക്കണം. ഇന്നേ വരെ ഈ ഹോസ്റ്റലിൽ ആരും അനുഭവിക്കാത്തൊരു റാഗിങ് ഇന്ന് രാത്രി നമ്മൾ അവന് കൊടുത്തിരിക്കും. അത് മാസ്, നമ്മളിന്ന് കലക്കും. എന്താണ് ഞാൻ ചെയ്യാൻ പോണത്? അതൊക്കെ ഉണ്ട്. ആദ്യം അവൻ വരട്ടെ. വന്നല്ലോ വനമാല. നീ വാടാ, ഇവിടെ ഇരി. അണ്ണ പറഞ്ഞ ഇടാ ഇടാ. ഏയ് പാണ്ടി, നീ ഇന്ന് രാത്രി ഒരു സ്ഥലം വരെ പോകണം. தமிழ் பையன் இந்த ஹாஸ்டலில் யார் புதுசாக வந்தாலும் அவங்களுக்கு நம்ம ஒரு ராகிங் ஃப்ரீ இல்லைடா. அவ்வளோதான். என்னை தொந்தரவு பண்ணாதீங்க. நான் வந்தது இங்கே படிக்கிறதுக்காக மட்டும்தான். லோன் எடுத்து தான் நான் படிக்கவே வந்திருக்கேன். நான் வந்துட்டு படிச்சுட்டு என் வேலையை பார்த்துட்டு நான் போயிடுறேன். உங்களை இதுக்குள்ளால் என்னை இழுக்காதீங்க ப்ளீஸ். ப்ளீஸ்ண்ணா ப்ளீஸ், அவங்ககிட்ட சொல்லுங்கள் ப்ளീസ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളും രക്ഷപ്പെടും, നീയും രക്ഷപ്പെടും. ആർക്കും தேவையில்லாത്തൊരു சின்ன சாதனம் அது நீ அங்கே போய் இங்கே எடுத்துகிட்டு தந்தப்போ அவ்வளோதான். என்னால் திருடலாம் முடியாது. நீங்கள் எதோ பண்ணிக்கோங்க, என்னை மட்டும் இருந்து விட்டுருங்க ப்ளீஸ். டேய், இது திருடல்ல. அவங்களுக்கு ஆവശ്யம் இல்லாத சாதனம் நீங்கள் எடுத்துகிட்டு வரணும், அவ்வளோதான். என்னால் முடியாது, ப்ளீஸ் என்னை விட்டுருங்க ப்ளീസ്. നീ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മളിത് ചെയ്യും, എന്നിട്ട് നിൻ്റെ തലയിലാക്കും. അതോടെ നിൻ്റെ ലൈഫും പോവും, നിൻ്റെ പഠിത്തവും പോവും. അപ്പോൾ என்ன വേണമെന്ന് നല്ല யோசிச்சு செய்யணும். நல்லா யோசிச்சு பாரு. டேய் போடா, நைட்டு பார்க்கலாம். പോടാ. ஹலோ மச்சான். இல்லை, நான் ஊருக்கே வந்துடலான் இருக்கேன்டா. ஆமாடா, நல்லா தான்டா போயிட்டு இருந்துச்சு. இந்த ரூமில் பசங்க இருக்கிறானுங்களே, அவனுங்க தான்டா ராகிங் அது இதுன்னு சொல்லிட்டு என்னெல்லாமோ பண்ணிகிட்டு இருக்கானுங்கடா. ஊரில் பிரச்சனை தான்டா இங்கே ரொம்ப தூரமாக படிக்க வந்தேன். இங்கே வந்துட்டோம், அதுக்கு மேலே பிரச்சனை இருக்குடா. இவனுங்க பண்ணுறதெல்லாம் பார்த்தா ஏதோ பெரிய பிரச்சனைலாம் மாட்டி விட்டுருவானுங்க போல இருக்குது. ஏதோ போலீஸ் கேஸ் எல்லாம் ஆயிரும் போல இருக்குது. அந்த அளவுக்கு பெரிய பிரச்சனை மாட்டி விட்டுருவானுங்க. டேய் மச்சான், அவனுக்கு வந்துட்டானுங்க, கூப்பிட்றான்டா. அப்போ எப்படி ടാസ്കൊക്കെ റെഡിയാ? നീ என்ன ടാസ്ക്കാണ്? നീ കോളേജ് കഴിഞ്ഞ് വന്ന വഴിക്ക് ആ വലതുവശത്തൊരു കാട് കണ്ടിട്ടുണ്ടോ? ആ കാടിനകത്തൊരു കല്ലറ നീ കണ്ടിട്ടുണ്ടോ? அது யார கல்லறைன்னு உனக்கு தெரியுமா? ഡേയ്, നീ ഡാം ഇറന്ന് കേട്ടിട്ടുണ്ടോ? ജെഫ്രി ഡാം. കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ പത്രങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിന്നിരുന്നൊരു പേര്, ജെഫ്രി ഡാം. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കിറങ്ങുന്ന സ്ത്രീകളെ തേടിപ്പിടിച്ച് അവൻ്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് മരം വെട്ടിക്കീറുന്നത് പോലെ തല വെട്ടിക്കീറിക്കൊല്ലുന്ന ഒരു സൈക്കോ കില്ലർ. அந்த சத்தம். അങ്ങനെ 20ഓളം സ്ത്രീകളെ മൃഗീയമായി തല വെട്ടിക്കീറിപ്പൊളിച്ച് അവരുടെ ചോര കുടിച്ചറമാദിച്ച സൈക്കോ കില്ലർ ജെഫ്രി ഡാമർ. അത് അവൻ്റെ കല്ലറയാണ്, ജെഫ്രിയുടെ കല്ലറ. ഡേ പാണ്ടി, നീ പോയി ആ കല്ലറ തുറക്കണം. ജെഫ്രി ഡാനിയലിൻ്റെ കയ്യിലൊരു വജ്രമധുരം, അത് നീ ഒരുങ്ങി കൊണ്ടുവരണം. அண்ணா, என்னால் முடியாதுண்ணா ப்ளீஸ்ண்ணா, என்னை விட்டுருங்கண்ணா. அவங்க காலில் கூட விழுந்து கேட்குறேண்ணா ப்ளீஸ். ഇനിയിടാ, നീ പോയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അണ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും, പോയതെടുക്കുകയും ചെയ്യും. എന്നിട്ട് ആ മോഷണ കുറ്റം നിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് പോയി എടുത്തിട്ട് വാ, പോ.
രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കിറങ്ങുന്ന സ്ത്രീകളെ തേടി പിടിച്ച് അവൻ്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് മരം വെട്ടിക്കീറുന്നത് പോലെ തല വെട്ടിക്കീറിക്കൊല്ലുന്ന ഒരു സൈക്കോ കില്ലർ. ഡാ, എന്തരാ ആ പാണ്ടി പോയിട്ട് കാണാനില്ല. പാണ്ടി പോയിട്ട് കാണാനില്ലേ? അപ്പൊ ചത്തായിരിക്കും. ഞാൻ ചത്തായിരിക്കും. യവന്റെ കാര്യം ആര് ചത്തവരോടെ പറയുന്നത്? ആ പാണ്ടി പോയിട്ട് കാണാനില്ല. നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കണ്ടേ? പണിയാവോ? അണ്ണാ ഇത് 100% കരിപ്പാവും. എന്തെങ്കിലും നമുക്ക് പോയി നോക്കിയിട്ടില്ല. വാ 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 വാ. എവ ഇതോടെ പോടാ, കാണാനില്ലല്ലോ. അണ്ണാ ദൂരാണാമായി. പാണ്ടിടാ അണ്ണാ, എനിക്കൊരു സംശയം. എന്താ? ഇത്രയും വലിയ സീരിയൽ കില്ലർ എങ്ങനെയാണോ മരിച്ചത്? എനിക്കിപ്പൊ തന്നെ അറിയണോ? അല്ലണ്ണ, ഒരു കൗതുകം. എടാ, അങ്ങേര് രാത്രി കോടാലിയും കൊണ്ട് പെണ്ണിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി. കൊല്ലാൻ വേണ്ടി കോടാലി വാങ്ങി പോയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പെണ്ണങ്ങ് മാറിക്കൊടുത്തു. കോടാലി എങ്ങാണ്ട വാക്കിലെടുത്ത് കയറിക്കൊണ്ട്. വാക്കിലെടുത്ത് വെച്ചാ അത് തന്നെ. ഷേ, നീ ഇപ്പൊ എത്ര അറിഞ്ഞാൽ മതി.